എല്ലാവരും വീട്ടിലുള്ള ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് എനിക്കൊരു വലിയ ടാസ്ക്കാണ് കേട്ടോ. മിക്കവാറും ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ചോറൊക്കെ ഉണ്ട് ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. മുത്തുമണിയല്ലേ പിന്നീട് കഴിക്കാനുള്ളൂ. ഏട്ടന്മാർ സ്കൂളിലും പോകും, അപ്പം ജോലിക്കും പോകുന്നതുകൊണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഒന്നും തയ്യാറാക്കാറില്ല. എല്ലാവരും വീട്ടിലുള്ള ദിവസം എന്തെങ്കിലും ഉണ്ടാക്കിയില്ലെങ്കിൽ അതെങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് ടെൻഷനായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് വെറുതെ ഇന്നലെ പുറത്ത് പോയ സമയത്ത് ചപ്പാത്തി വാങ്ങിച്ച് വെച്ചിരുന്നു. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ചപ്പാത്തി കഴിച്ചു. അപ്പോൾ അതിൻ്റെ കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കി ചെറുതായിട്ടൊരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ മുത്തുമണിക്ക് വേണ്ടിയിട്ട് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ആകുമ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് മൂന്നും കൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചേട്ടോ. ഞാൻ തക്കാളി ചമ്മന്തി ഉണ്ടാക്കുന്ന പല പ്രാവശ്യം പല വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പല സമയത്ത് നമ്മൾ ചോദിക്കാറുണ്ട് ആരൊക്കെ എങ്ങനെയൊക്കെയാണ് തക്കാളി ചമ്മന്തി ഒക്കെ ഉണ്ടാക്കുന്നതല്ലേ, തക്കാളിക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. എന്താണെങ്കിലും ആരും ഒന്നും പറയാറില്ല കേട്ടോ. ആരും ഇത് അത്രയധികം കാണുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. മക്കളുടെ വിശേഷങ്ങൾ കാണാനാണല്ലോ കൂടുതൽ ആളുകൾ നമ്മളെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മളെന്താ ഉണ്ടാക്കുന്നതെന്ന് കൂടെ കാണാനൊരു താല്പര്യം ഉണ്ടാകില്ലേ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്തരം വീഡിയോസൊക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്? അപ്പോൾ ഞാൻ സാധാരണ ചെയ്യുമ്പോൾ നമ്മുടെ കടുക് പൊട്ടിച്ച് അതിനായിട്ട് കുറച്ച് മസാല ചേർത്തിട്ടുണ്ടോ, വലിയ ജീരകം അതുകൂടെ ചേർത്ത് അത് പൊട്ടി കഴിയുമ്പോഴത്തേനും കുറച്ച് ഏലക്കയും ഗ്രാമ്പും ഒക്കെ കൂടി ചതച്ചത് കൂടി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അതുപോലെ കറിവേപ്പില ഇടാൻ നോക്കിയപ്പോൾ കറിവേപ്പില തീർന്നു പോയി കേട്ടോ. അതിൻ്റെ ഒരു നല്ല കുറവുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നമ്മുടെ സവോള കൂടി അരിഞ്ഞത് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുത്തു. ഇതുപോലെയാണ് എല്ലാവരും വെക്കുന്നതെന്ന് അറിയെങ്കിൽ ഇന്നത്തെ നമ്മുടെ വിശേഷം ഒന്ന് ഷെയർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ വഴന്ന് വരാറായപ്പോഴത്തേനും കുറച്ച് ഉപ്പും കൂടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, അതുകൂടി ചേർത്ത് നന്നായിട്ട് വഴന്ന് വന്നപ്പോൾ പിന്നീട് നമ്മൾ തക്കാളി ചേർത്തു. ഇതിൻ്റെ കൂടെ നിങ്ങൾ അഡീഷണലായിട്ട് എന്താണ് ചേർക്കാറുള്ളതെന്ന് പറയണം കേട്ടോ. മസാല ചില സമയത്ത് ഞാൻ ചിക്കൻ മസാല ചേർക്കാറുണ്ട്, അപ്പോൾ മറ്റുള്ള മസാലകൾ ചേർക്കാറില്ല. ഇന്നിപ്പോൾ ചിക്കൻ മസാലയ്ക്ക് പകരം നമ്മുടെ വലിയ ജീരകവും അതുപോലെ ഗ്രാമ്പും ഒക്കെ ഇട്ട്. പക്ഷേ പട്ടയുടെ ഒരു കുറവുണ്ടായിരുന്നു കേട്ടോ. മിക്കവാറും സാധനങ്ങൾ മിസ്സിങ് ആയിരിക്കും എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ പാട്ടെ. എല്ലാ സാധനങ്ങളും കരുതി വെക്കൽ ഒരു സമയത്ത് ഉണ്ടാവില്ല, എന്തെങ്കിലുമൊക്കെ മിസ്സിങ് ഉണ്ടാവും. എന്നാലും കുഴപ്പമില്ല, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, ഗസ്റ്റ് ഒന്നും ഇല്ലല്ലോ. അങ്ങനെ ഞാനിവിടെ തക്കാളി ചമ്മന്തി ഉണ്ടാക്കിക്കൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് അപ്പം മുത്തുമണി അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം മുത്തുമണി ഈ അപ്പം വീട്ടിലുള്ള ദിവസം പിന്നെ ഫുൾ ടൈം അപ്പയുടെ കൂടെ ആയിരിക്കും. അപ്പം എടുത്തുകൊണ്ട് എടുക്കണം, അപ്പയുടെ കൂടെ കളിക്കണം, ഇത് തന്നെയായിരിക്കും കേട്ടോ പണി. അപ്പോൾ ഇന്നത് പുറത്തോട്ടൊക്കെ കൊണ്ടുപോയി നടന്നു കഴിഞ്ഞപ്പോഴത്തേനും വണ്ടി അവിടെ കഴുകുമായിരുന്നു. അപ്പോൾ വണ്ടിക്കകത്ത് അവളെ കയറ്റിയിരുത്തപ്പോൾ അതിനകത്തൊരു ചെറിയ ഒരു സ്പ്രേ അല്ല, അത്ര കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തുകൊണ്ട് ആൾ കൈ പിടിച്ചുകൊണ്ട് വന്നതാണ്. പിന്നെ അതും കൊണ്ട് കളിയായിട്ട് അപ്പം പോളും കൂടെ. അപ്പോൾ അവൾക്കത് വേണം. അപ്പോൾ കൈ കൊടുത്താൽ വായി വെക്കുമോ എന്നൊരു ടെൻഷനുള്ളതുകൊണ്ട് അപ്പോൾ അതിങ്ങനെ മറച്ച് പിടിച്ചിട്ട് പറ്റിക്കാനൊക്കെ ശ്രമിച്ചതാണ് കേട്ടോ. അപ്പോൾ കാണാതെ വരുന്ന സമയത്ത് അവൾക്ക് സങ്കടം വരും, അവൾ കരയാൻ തുടങ്ങും കേട്ടോ. അതായത് കണ്ടോ, അയ്യോ കയ്യിലില്ല എന്ന് പറഞ്ഞിട്ട് പറ്റിക്കാൻ നോക്കിയപ്പോഴത്തേനും അവൾക്ക് സങ്കടം വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ നേരം അവരുടെയൊക്കെ കളി കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേനും നമ്മുടെ തക്കാളി ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള തക്കാളി അവിടെ നന്നായിട്ട് ഉടഞ്ഞൊക്കെ വന്നു കേട്ടോ. പിന്നെ ഞാൻ അതിനകത്ത് പെട്ടെന്ന് മസാലയൊക്കെ ചേർത്ത് അങ്ങോട്ട് എടുത്തു. അപ്പോൾ രാവിലെ ഇന്ന് കുറച്ച് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. മിക്കവാറും എല്ലാ ദിവസങ്ങളിലും നമുക്ക് ഡ്രസ്സ് വാഷിംഗ് ഒന്നും നടക്കത്തില്ല. വലിയേട്ടനും കുഞ്ഞേട്ടനൊക്കെ വീട്ടിലുള്ള ദിവസങ്ങളിലാണ് നടക്കുള്ളൂ. കാരണം മുകളിൽ കയറി പോകണം വാഷ് ചെയ്യണമെങ്കിൽ. അപ്പോൾ മുത്തുമണി താഴെ കിടത്തിയിട്ട് എനിക്ക് അങ്ങനെ പോകാനായിട്ട് പറ്റത്തില്ല. സ്റ്റെപ്പ് അങ്ങ് കയറി അവൾ വന്നിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നം. അതുകൊണ്ട് തന്നെ അവർ വീട്ടിലുള്ള ദിവസം ഒന്നെങ്കിൽ വൈകുന്നേരം ചെയ്യും, അല്ലെങ്കിൽ പിന്നെ അവർ ഉള്ള ദിവസങ്ങളിൽ ചെയ്യും. അപ്പോൾ ഇന്നിപ്പം എല്ലാവരും വീട്ടിലുള്ളതുകൊണ്ട് അപ്പോൾ ഇവിടെ പുറകെ മുത്തുമണി നടക്കുന്നതുകൊണ്ട് വലിയേട്ടന് കുറച്ച് സമയധികം റെസ്റ്റ് കിട്ടി. അങ്ങനെ അവർ കുറേ നേരം ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരുന്നു. അതിന് ശേഷം അവർ ഡ്രസ്സ് വാഷ് ചെയ്യാനൊക്കെ ആയിട്ട് മുകളിലോട്ട് പോയി. കുഞ്ഞേട്ടനും പിന്നെ അത് ഒക്കെ തലേദിവസം ഇന്നലെ കുറേയൊക്കെ വാഷ് ചെയ്തിരുന്നു. അതെല്ലാം കൂടെ മടക്കി വെക്കാൻ അവരവരുടേതായ പണിക്ക് ഏർപ്പെട്ടു കേട്ടോ. ആ നേരം കൊണ്ട് പിന്നെ മുത്തുമണിയും അപ്പയും കൂടെ അവിടെ കളിച്ചുകൊണ്ട് നേരം കൂടെ ഞാൻ നമ്മുടെ തക്കാളി ചമ്മന്തി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല, ഈ ഒരു പരുവത്തിലാണ് എടുക്കുക. നന്നായിട്ട് ഇതങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം കൂടെ മൂടി വെച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ തക്കാളി ചമ്മന്തി ഇവിടെ റെഡിയാക്കി ഇട്ട് ഒട്ടു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ശകല എണ്ണ കൂടുതൽ ഒഴിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. മിക്കവാറും ഞാനിത് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ഒന്ന് തിളപ്പിച്ച് ആ വെള്ളം വറ്റിച്ച് അങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ വെള്ളം ചേർക്കാതെയാണ് റെഡിയാക്കി വെച്ചത്. എന്നിട്ട് പിന്നെ നമ്മൾ വാങ്ങി വെച്ചിരുന്ന ചപ്പാത്തിയും കൂടെ ഒന്ന് ചുട്ടെടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യം ഇന്നത്തെ കാര്യം ഓക്കെ ആയി കേട്ടോ. ഇന്നിപ്പോൾ സൺഡേ ആണെങ്കിലും പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നും ഉണ്ടാക്കില്ല. അല്ലെങ്കിൽ മിക്കവാറും നമുക്ക് കപ്പയും മീൻകറി ആയിരിക്കുമല്ലോ നമ്മുടെ സൺഡേ സ്പെഷ്യൽ എന്ന് പറയുന്നത്. ഇതുവരെയും പ്രത്യേകിച്ചൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ നമ്മൾ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സൺഡേ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്തൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ടാറ്റാ.